ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് ഫാരിസ്. ഇന്നത്തെ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ എന്നല്ല, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രാവൽ ജേണി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് April 17th, April 19th ഞായറാഴ്ചയാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണേ. EBC എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ന് കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ 3 പേരുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. കംപ്ലീറ്റ്ലി ട്രെയിനിൽ ഇവിടുന്ന് ബോർഡർ വരെ ട്രെയിനിൽ പോയി അവിടുന്ന് കംപ്ലീറ്റ്ലി ട്രക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. മാക്സിമം കുക്ക് പ്ലാനിൽ ഫ്ലൈറ്റ് പരിപാടിയൊക്കെ ഒഴിവാക്കി ബഡ്ജറ്റ് രീതിയിൽ ട്രാവൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കേരളത്തിലെ മലപ്പുറം. എൻ്റെ വീട് മലപ്പുറമാണ്. ബാക്കിയുള്ള 2 പേരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പം ഞാൻ അധികം വലിച്ചു കിട്ടാതെ ഞാൻ എന്തൊക്കെയാണ് എടുക്കണമെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. ഓക്കെ, ഓൾറെഡി ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 12 kg ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഹൈക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ഫുള്ള് ഇത് വെയിറ്റ് എടുത്തിട്ടാണല്ലോ പോണത്. പോർട്ടേഴ്സ് ഇല്ല, ഗൈഡ് ഇല്ല. മാക്സിമം ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് അലങ്കോലാണ്. ഒരു സെക്കൻഡറി ബാക്ക് പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈമറി ബാക്ക് പാക്ക് ഉണ്ട്. പ്രൈമറി ബാക്ക് പാക്ക് നമ്മുടെ കോച്ചയുടെയാണ്, കുറച്ച് പഴയ മോഡലാണ്. സിംബിയം, കോച്ചയുടെ സിംബിയം 16 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ക് പാക്കാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ബാക്ക് പാക്കിന് ഒരു 2.5 kg ഇത് വരുന്നുണ്ട്. ആ ബേസിൽ കുറച്ച് പാടാണ്, പക്ഷെ കുഴപ്പമില്ല. എൻ്റെ പർപ്പസ് ഒക്കെ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് നോർമൽ ബ്രാൻഡഡ് ഒന്നുമല്ല, ഞാൻ കാശ്മീർ പോയപ്പോൾ എടുത്താണ്, പക്ഷെ അത്യാവശ്യം അടിപൊളിയാണ്, നൈസാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ്, ഒരു നോർമൽ ഗ്ലൗ ഉണ്ട്, ഒരു നമ്മുടെ തെർമൽ ക്ലോത്ത് ഒക്കെ പോലുള്ള നോർമൽ ഗ്ലൗ, വിന്റർ ഗ്ലൗ വരുന്നുണ്ട്. ഫുള്ള് തെർമൽ സോക്സ് ആണ്. എല്ലാം റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. മങ്കി ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാംഗ്ലൂർ ഡേയ്സ് മന്ദിനാസ് കുറച്ചെണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു വീക്ക്നെസ് സാധനം കൂടിയാണ്, അതാണ് ഇത്ര അധികം വിളിച്ചു വെച്ചിട്ട്. പിന്നെ റെയിൻ കോട്ട് ഉണ്ട്. ഏപ്രിലാണല്ലോ, സമ്മർ ആണെങ്കിൽ പോലും നമുക്ക് മഴ പ്രതീക്ഷിക്കാം. പിന്നെ നോർമൽ 1 ടൈം യൂസ് റെയിൻ കോട്ട് ഉണ്ട്. ഇത് വെറുതെ ചുമ്മാ സേഫ്റ്റിക്ക് എടുത്ത് വെച്ചാണ്, കയ്യിൽ ഉണ്ടായത് കൊണ്ട് തന്നെ. പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരുപാടൊന്നും എടുക്കണില്ല. ഒരു ഹുഡി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലീസ് ഉണ്ട്. പിന്നെ ഇത് തെർമൽസ് ആണ്. ഇതൊക്കെ നേരത്തെ പല ട്രിപ്പുകളിലൊക്കെ ആയിട്ട് മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ എൻ്റെ ഷോൾ ഉണ്ട്. പിന്നെ ഒരു ട്രാക്ക് സൂട്ട്, നോർമൽ ട്രാക്ക് സൂട്ട്. പിന്നെ ഒരു ഇതും ട്രാക്ക് സൂട്ട് തന്നെയാണ്. ഇതാണ് ഞാൻ മെയിനായിട്ട് ഹൈക്കിങ്ങിൽ ഇടാൻ ഉദ്ദേശിക്കണേ. പിന്നെ ഇതൊരു നോർമൽ ടീഷർട്ടാണ്, ഫുൾ സ്ലീവ്. ഇത് 3 ടീഷർട്ടാണ്. ഇതൊക്കെ ട്രക്കിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങളൊന്നുമില്ല, പക്ഷെ എല്ലാം ഒരു ട്രക്കിംഗ് ബേസ്ഡ് സാധനങ്ങളാണല്ലോ. നമുക്ക് ഒന്ന് പിക്നിക്കിന് പോകണമെങ്കിലൊക്കെ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുക്കണില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കണില്ല. അപ്പം അന്നേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് ബ്രീഫ്സ് ഉണ്ട്, 3 ബ്രീഫ്സ് എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഡ്രസ്സ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്ന് നമ്മുടെ ഇതാണ്, നമ്മുടെ മോഷൻ സിക്നസ്, അതുപോലെ തന്നെ നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡയമോക്സ് പോലുള്ള മെഡിസിൻസ് ആണ്. പാരസിറ്റമോൾസ്, അങ്ങനത്തെ കുറച്ച് നമ്മൾ പൊതുവേ ട്രാവലിങ്ങിൽ യൂസ് ചെയ്യണ. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണല്ലോ, അപ്പോൾ വരാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതൊരു നൈഫാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പേ മേടിച്ച മീഷോ. ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നൈഫ് ഉണ്ട്, ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഇങ്ങനെ തൊലിയൊക്കെ കളയാൻ പറ്റുന്ന സംഭവം. ഇത് മോസ്റ്റ്ലി എല്ലാ ട്രാവലും എടുക്കാറുണ്ട്, കാരണം ബഡ്ജറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് വില കുറഞ്ഞു കിട്ടും. പക്ഷെ നമ്മൾ പലപ്പോഴും ട്രാവലിൽ ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാതെ ഇത് കട്ട് ചെയ്യാനും അത് തൊലി കളയണമെങ്കിൽ ബുദ്ധിമുട്ടാണ്ട് തന്നെ. ഇതൊക്കെ എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാറുണ്ട്, ഈ സാധനം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീൽ ഗ്ലാസും സ്പൂൺ എടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ സൺസ്ക്രീന്, പിന്നെ എനിക്ക് മൗത്ത് അൾസർ ഉണ്ട്, അതിൻ്റെ ചെറിയൊരു ഓയിൽമെൻ്റ് ആണ്. ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ട്, ഫേസ് വാഷ്, പേസ്റ്റ്, പിന്നെ ഒരു മുറിവൊക്കെ പറ്റിയതേക്കുന്ന ഒരു ഓയിൽമെൻറ്റ്. പിന്നെ ഇതെൻ്റെ ഡിജിറ്റൽ സാധനങ്ങൾ, ഓർഗനൈസറാണ്. ഇതിൻ്റെ ക്യാമറ ഞാൻ പറഞ്ഞുതരാം. പവർ ബാങ്ക്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് 3 പിൻ എപ്പോഴും വെക്കാറുണ്ട്, കാരണം മിക്കവാറും ഞാൻ ട്രെയിനിലൊക്കെ ചാർജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്, ഈ അതിൻ്റെ പോർട്ടൊക്കെ ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ ചിലത് ട്രെയിനിൽ 3 പിൻ, ഞാൻ ട്രെയിനിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ
ഗോരഖ്പൂരിലോട്ടാണ് ട്രെയിനിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് സനോലി ബോർഡർ ത്രൂ അങ്ങനെ നേപ്പാളിലോട്ട് കയറാനാണ്. അപ്പോൾ സ്റ്റിൽ ഞങ്ങൾക്ക് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ 4 മാസം മുമ്പേ ട്രൈ ചെയ്യണതാണ്, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇനി നാളത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ട്രൈ ചെയ്യാനാണ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ട്രെയിനിൻ്റെ കേസ് അതാണ്. പിന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സൺഗ്ലാസ് ഉണ്ട്. ഇത് ഡിക്കാത്തലോണിൽ തന്നെ മേടിച്ചാണ്. കുഴപ്പമില്ലാത്ത സൺഗ്ലാസ് ആണ്. ഒരു കാറ്റഗറി 4 വരുന്ന ഒരു സൺഗ്ലാസ് ആണ്. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ കാറ്റഗറി 4ൻ്റെ ആവശ്യം ഇപ്പോഴത്തെ സിനാരിയോസിൽ ഇല്ല. കാരണം വിൻ്ററൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആവശ്യം വരും. ഇപ്പോൾ സമ്മറാണല്ലോ. പക്ഷെ ഞാൻ ഇത് ലെഫ്റ്റ് ഓൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇനിയും ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആവശ്യം. ഇതിൻ്റെ ഇതാണ് ഒരു ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന, എൻ്റെ കയ്യിൽ ഒരു ആക്ഷൻ ക്യാമറ ഉണ്ട്, അത് വെക്കാൻ പറ്റുന്ന ഒരു മൗണ്ടാണ്. ചെറിയൊരു ട്രൈപ്പോഡ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ബേബി വൈപ്സ്, പിന്നെ അതുപോലെ തന്നെ പെയിൻ ഒരു ഓയിൻമെന്റ് സംഭവം എടുത്തിട്ടുണ്ട്. ഇത് ഒരു ക്യാമ്പിങ് ചെയ്യുന്ന സ്റ്റവും അതിൻ്റെ പാത്രങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചായ അങ്ങനെ നൂഡിൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഇങ്ങനത്തെ ഒക്കേഷൻസ് കിട്ടുമ്പോൾ നമുക്ക് ഫണ്ടും കുറക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് രസമാണ്, വേറെ രസമാണ്. ഓക്കെ, പിന്നെ വാട്ടർ ബ്ലാഡർ ഉണ്ട്, ഇത് 3 ലിറ്ററിൻ്റെ ആണ്. പിന്നെ ഒരു ബോട്ടിലുണ്ട്. എന്തായാലും ഈ ബോട്ടിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. സാധാരണ ബോട്ടിൽ ഏതിലേക്ക് എടുക്കേണ്ടി വരും. സാധാരണ എന്തായാലും ഈ ബോട്ടിൽ മതി, കാരണം ബ്ലാഡർ ഉണ്ടല്ലോ. പിന്നെ ബാക്കപ്പ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ORS കുറച്ച് മേടിച്ചിട്ടുണ്ട്, ORSൻ്റെ പാക്കറ്റ്സ്. പിന്നെ ഒരു സ്നിക്കേഴ്സിൻ്റെ. പിന്നെ ഇത് വരുന്നത് ഒരു പ്രോട്ടീൻ ബാറാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാഗ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഷൂ ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇതും ഇതിന് വേണ്ടി മേടിച്ചതാണ്. നോർമലി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഏഷ്യൻ്റെ ഷൂ ആണ്, ഏഷ്യൻ എവറസ്റ്റ് 24 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഞാൻ കുഴപ്പമില്ല, അത് വെച്ച് ട്രക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ എവറസ്റ്റ് 24 യൂസ് ചെയ്ത് ട്രക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. NH100 ഡിക്കാത്തലോണിൻ്റെ വാട്ടർ പ്രൂഫ് ഒക്കെ വരുന്ന ഷൂ ആണ്. അടിപൊളിയാണ്, കുഴപ്പമില്ല. യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ ഇപ്പോൾ വാക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് യൂസ്ഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങൾ. അപ്പോൾ പിന്നെ ക്യാമറയുടെ ഡീറ്റെയിൽസ് പറയാം. ഇതാണ് എൻ്റെ ക്യാമറ വരുന്നത്. ഇത് നമ്മുടെ Insta360യുടെ Ace Pro 2 എന്ന് പറഞ്ഞ സീരീസാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്തിട്ടുണ്ട് ക്യാമറ. ആക്ച്വലി ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്ലാനുകളാണ്. ഓരോ വർഷം പ്ലാൻ ചെയ്യും, ഓരോ വർഷം ഓരോരോ പ്രോബ്ലംസ് കാരണം അതൊക്കെ ഡ്രോപ്പ് ആയി പോകും. അപ്പോൾ പ്രാവശ്യം ഒറ്റയ്ക്ക് പോകണം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കണക്റ്റ് ആയി. അപ്പോൾ അവരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. എല്ലാ എപ്പിസോഡും ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ടൈം യൂട്യൂബാണ്. പക്ഷെ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഫുൾ ഒരു ബഡ്ജറ്റ് ട്രാവലിംഗ് ടു EBC ഒന്നും വളരെ കുറവാണ് മലയാളത്തിൽ. അപ്പോൾ അതൊന്ന് പാച്ചപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൈക്കിങ്, ട്രക്കിങ് അതുപോലുള്ള അഡ്വഞ്ചേഴ്സ് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എത്തിക്കാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും യൂട്യൂബ് നിങ്ങൾക്ക് തോന്നി. കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ യൂട്യൂബ് പോലെ ഒരുപാട് ഇടണമെന്ന് വിചാരിക്കണില്ല. ഓക്കെ, ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് വഴി കാണാം. ഓക്കെ, ബൈ.